ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തത്. പക്ഷെ അത് എടുക്കാനായിട്ട് അതിൻ്റെ പുറകിൽ എന്തെല്ലാം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങളെ ഞാനൊന്ന് നേരിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങ് ഇടണമെന്നും ഇത് കട്ട് ചെയ്യാനും ഒന്നും ഞാൻ നിൽക്കണ്ട എന്ന് തോന്നി. അവർക്ക് അതും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് അതും കൂടെ ഇതിനൊപ്പം നമുക്ക് കാണാം. ഇത് ഞാനൊരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ജ്യൂസാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇത് കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ്. എല്ലാവരും ഇതിങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം അത് ഇന്ന് വരെ നമ്മളത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഇന്ന് എനിക്കത് ചെയ്ത് നോക്കാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ എല്ലാവരും പച്ചയ്ക്കാണ് എടുക്കുന്നത്. അപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് ഒന്ന് വേവിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കണ്ട, ഞാനൊരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് മാത്രമേ ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ആപ്പിളുമാണ് അരിഞ്ഞിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ച് നോക്കാം. ശബ്ദം പിടിച്ച് പക്ഷെ മറന്നുപോയി. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ കളറ് തന്നെ കണ്ടോ, ഇത് നല്ല കളറാണ്. നമുക്കിതൊന്ന് കുടിച്ചു പോകാം. ഇത് നമ്മൾ ഇതിനകത്ത് ഈ ബീട്രൂട്ടും ക്യാരറ്റും നമ്മളൊന്ന് ആവി കയറ്റിയാണ് ഇതിനകത്ത് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പം ആവി കയറ്റിയത് കൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ ചെയ്യുമ്പം ആവി കയറ്റേണ്ട ആവശ്യമില്ല. ഞാൻ വേഗം അരയാൻ വേണ്ടിയിട്ട് ഞാൻ ആവി കയറ്റിയതേ ഉള്ളൂ. ആവി കയറ്റുമ്പോൾ നമുക്ക് അരിച്ചൊന്നും എടുക്കണ്ട. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് കുടിക്കാം. ഒരു നൈസായിട്ട് ഒന്ന് നല്ലോണം വെന്ത് പോകാൻ നല്ലോണം ഇത് ആവി കയറ്റിയിട്ടില്ല, ഒന്ന് ചെറുതായിട്ട് മാത്രമേ ഒന്ന് ആവി കയറ്റിയിട്ടുള്ളൂ. അപ്പം നിങ്ങളും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. നിങ്ങളിത് രാവിലെയൊക്കെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ദിവസം നിങ്ങളിതൊന്ന് കഴിച്ചു നോക്ക്. അപ്പോൾ ഇതിൻ്റെ നോക്ക്. അമ്മൂമ്മ തന്നെ അമ്മൂമ്മ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒന്നും പറയാനല്ല, കിടുക്കാച്ച ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും